ഞാൻ പൈസ കൊടുക്കുന്നു പറഞ്ഞത് എങ്ങനെ കൊടുക്കുന്നല്ല, അവൻ എന്നെയും ഒരാവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ കൊടുക്കാണ്ടൊന്നും നിൽക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ വിട്, പൈസയുടെ വിഷയം വിട്, പൈസ ഒരാൾ ഉണ്ട്, ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല, ഞാൻ ഓനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷിയാസ് കരീമിന്റെ ന്യൂസിൽ ഒരു പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഇത്രയും ദിവസം ഷിയാസ് കരീമിന്റെ മാത്രം വോയിസ് ആണ് കേട്ടത്, എങ്കിൽ ഇപ്പോൾ പരാതിക്കാരിയുടെ ഒരു വോയിസ് വന്നിരിക്കുകയാണ്. ഈ ഒരു വോയിസ് എത്രത്തോളം സത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഒരാള് ഈ ഒരു വിഷയത്തിൽ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഒരു വോയിസ് ആണ്, അതായത് പരാതിക്കാരിയുടെ വോയിസ് ആണെന്ന് പറഞ്ഞാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് പരാതിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഷിയാസ് കരീമിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ത്രീയുടെ വോയിസ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഷിയാസ് കരീമിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി കൊടുത്തതിനെ തുടർന്ന് മാധ്യമങ്ങളുടെ കുട്ടിയാഘോഷവും പിന്നെ അതേപോലെ സംഖ്യകളുടെ ആഘോഷം എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇതാ പരാതി കൊടുത്തിട്ടുള്ള ഒരു ലേഡിയുടെ വോയിസ് ഔട്ട് ആയിരിക്കുകയാണ്. ഇനി വോയിസ് കേട്ടിട്ട് നിങ്ങൾ തിരുത്തി പറയോ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഷിയാസ് കരീം അങ്ങനെ എല്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചതല്ലാന്ന്. പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ച പരനാറി ആരാന്നുള്ളത് അതും കൂടി കേട്ടോളൂ. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ് വിട്. ഞാൻ പൈസ കൊടുക്കുന്നു പറഞ്ഞത് എങ്ങനെ കൊടുക്കുന്നല്ല, അവൻ എന്നെയും ഒരാവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ കൊടുക്കാണ്ടൊന്നും നിൽക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ വിട്, പൈസയുടെ വിഷയം വിട്, പൈസ ഒരാൾ ഉണ്ട്, ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല, ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനോടുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്, അല്ലാതെ അവൻ എന്റെ പിടിച്ചു വലിച്ച് വാങ്ങിയതൊന്നല്ല പൈസ, അല്ലെങ്കിൽ അവൻ എന്നെ പറ്റിച്ച് പൈസ വാങ്ങിയതല്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. ഓക്കെ, അതിന് കൊടുത്തു എന്ന് പോലും പറയരുത്. ഞാൻ നിങ്ങളെല്ലാടെയും പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ കൊടുത്തില്ല എന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാന്നറിയോ, ഞാനൊരു സൈക്കോവാ. ആളൊരു സൈക്കോ ആണെന്ന് അറിയണേ, കോമഡിയാണ്. ഇതിപ്പോ ഇന്നും ഷീബയും കൂടെ പറയിപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്നോട് പൈസ വാങ്ങിക്കുന്നു ഒരു സ്ഥലത്തും ഞാൻ പറയൂല. ഇന്നും ഷീബയും കൂടിയും പറയിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്റെ പൈസ മേടിച്ചോന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയില്ലാന്ന്. അപ്പൊ ആരൊക്കെ ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആരൊക്കെ കൂടിയിട്ട് ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? പൈസ നമ്മളതായിരിക്കും, നമ്മളായിട്ട് വിളിച്ചു വരുത്തി കൊടുത്തത്. ഷിയാസെ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്ത പൈസ. അപ്പൊ പണം വാങ്ങി പറ്റിച്ചതൊന്നല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഷിയാസെ എടുത്തോ എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു വരുത്തി കൊടുത്തതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അവനെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച പൈസയൊന്നുമല്ല. പന്നികളൊക്കെ പറഞ്ഞിട്ടാക്കി എന്തൊക്കെയായിരുന്നു? ഭീഷണിപ്പെടുത്തി മേടിച്ചു, ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചു. അതേ സ്ത്രീയാണ് ആ കംപ്ലൈന്റ് കൊടുത്ത്, അതേ സ്ത്രീയെ പറയുന്നത് അവരെന്നെ ഭീഷണിപ്പെടുത്തി മേടിച്ചോന്നല്ലാന്ന്. ഉള്ളിപ്പുണ്ടടാ നായിന്റെ മക്കളെ. പൈസ വാങ്ങിച്ച കഥ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ? ഞാനതില്ലാന്ന് പറഞ്ഞാൽ തീർന്ന്. പൈസ വാങ്ങിച്ച കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവന്റെ മേത്ത് കയറണ്ട, ഞാനതില്ലാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. എന്തൊക്കെയാ ഒരു മനുഷ്യനെ എത്രത്തോളം ഒന്ന് പറയാല്ലോ, ഇതൊക്കെ മനസ്സിലാക്കുക എല്ലാവരും. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ച പരനാറി ആരാന്നുള്ളത് അതും കൂടി കേട്ടോളൂ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസെ, നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത്, നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ്. ഒരു ചെറ്റ അല്ലെ ഈ ഒരു അഖിൽമാരാന്ന് പറഞ്ഞാല്, വെറും ചെറ്റ. അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ട ഓരോ വ്യക്തികളും ഇന്ന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണപ്പോ? അല്ലെങ്കിൽ തിരുത്തി പറഞ്ഞാണ്ട് അറ്റ്ലീസ്റ്റ് തിരുത്തി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാണെങ്കിൽ തയ്യാറാണോ? എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് ചാടിയിട്ട് ഒരാളങ്ങട്ട് സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഇപ്പൊ തിരുത്തി പറയാൻ ഏതെങ്കിലും ഒരൊറ്റ ഒന്ന് തയ്യാറാവോ? ഈ വോയിസ് ഞാൻ ഈ ലേഡിയുടെ ഈ വോയിസ് ഇട്ടിട്ട് എല്ലാ മാധ്യമ ചാനലിലും ഞാൻ വെല്ലുവിളിക്കുക. ഒരൊറ്റ മാധ്യമ ചാനലിൽ ഈ ലേഡി പറഞ്ഞിട്ടുള്ള ഈ വോയിസ് ഇടാൻ തയ്യാറാണോ? എന്തുകൊണ്ടല്ല? അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തില് ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതും ആ ഒരു സ്ത്രീയുടെ വോയിസ് ആണെന്ന് പറഞ്ഞ് കേൾപ്പിച്ചിരിക്കുന്നതും. ഇത് ആ സ്ത്രീയുടെ വോയിസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഷിയാസ് കരീമിനെ ആരൊക്കെ വിളിപ്പിക്കാൻ നോക്കിയാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിയാസിന്റെ പല വോയിസും കേട്ട് കഴിഞ്ഞു. പല ആവശ്യങ്ങളായിരുന്നു അയാൾക്ക്. പുള്ളി കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് മഹർ വാങ്ങാൻ പോലും പണമില്ലാത്ത ഒരു അവസ്ഥയിലും അതിനു പോലും ഈ പരാതിക്കാരിയുടെ കയ്യിൽ നിന്നാണ് ഇയാൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയത്. അപ്പൊ എന്തിന്റെ പേരിലാണ് ആ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് ഇത്രയും ലക്ഷം രൂപ വാങ്ങിയിട്ട് അവസാനം അവരെ ചതിക്കുന്ന രീതിയിൽ, അതായത് നാട്ടുകാരും വീട്ടുകാരും അംഗീകരിക്കുന്ന ഒരു ഭാര്യ വീട്ടിലും അതുപോലെ തന്നെ പിന്നീട് മറ്റുള്ള ആവശ്യങ്ങൾക്കും അവിഹിതവും പണമെല്ലാം വാങ്ങിക്കാനായിട്ട് വേറൊരു സ്ത്രീയും. അപ്പൊ പിന്നെ എന്താ ഇതിന് പറയണ്ടേ? ഇവൻ ചെയ്തതിനുള്ള ശിക്ഷ ഇവന് കിട്ടണം. ആ ഒരു കേസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കപ്പെടട്ടെ. നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യട്ടെ. ഇവനെ പോലുള്ളവരുടെയൊക്കെ മുഖംമൂടി ഇനിയെങ്കിലും വലിച്ചു കീറുക തന്നെ വേണം. ഇവനൊക്കെ വലിയ സെലിബ്രിറ്റി ആണെന്നും സോഷ്യൽ മീഡിയ താരാണെന്നും പറഞ്ഞാലേ നടക്കുന്നത്. പക്ഷെ ഇവന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവനൊക്കെ വീട്ടിലൊരു ഭാര്യയും പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേറൊരു സ്ത്രീയും, ആ ഒരു രീതിയിൽ നടക്കുന്ന ഒരുത്തനാണ് ഇവൻ. അപ്പൊ ഇവനെയൊക്കെ ശിക്ഷ കിട്ടുക തന്നെ വേണം. ഈ ഒരു പരാതിക്കാരി പരാതി കൊടുത്തതിന്റെ അന്ന് തന്നെ ഷിയാസ് കരീം ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കാണാം. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനൊരു
ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാവരെ. എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ല, എനിക്ക് എഫ്ഐആർ ആയിട്ട് പറയില്ല കേട്ടോ. ഇത് ഞാനൊരു ഇതാട്ടോ, ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കയച്ച് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ വരുന്ന കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയാണ്. ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. അതായത് പരാതി കൊടുത്തതിന്റെ അന്ന് ഈ പറയുന്ന ഷിയാസ് കരീം നടത്തിയ ഒരു പ്രതികരണമാണ്. ഈ പരാതിക്കാരിക്ക് ഒരു 60 വയസ്സുണ്ട്, അവരെ ഞാൻ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യായീകരണങ്ങളൊക്കെ നടത്തി. അതിന് തൊട്ട് പിന്നാലെ പിറ്റേ ദിവസം ഈ പറയുന്ന പരാതിക്കാരി തന്നെ ഷിയാസിന്റെ പല വോയിസുകളും പുറത്തുവിട്ടു. അതിനുശേഷം അണ്ണാക്കി പിരിവെട്ടിയ പോലെയായിരുന്നു ഷിയാസ് കരീമിന്റെ അവസ്ഥ. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല, പകരം മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇനിയും മിണ്ടിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഷിയാസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയാണ്. ഇവന്റെയൊക്കെ ഉണ്ടല്ലോ വിചാരം എന്തോ ഒരു ബിഗ് ബോസിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഇവനൊക്കെ വലിയ മാന്യനാവുമെന്നായിരിക്കും വിചാരം. അങ്ങനെയാണ് ജനങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇവനൊക്കെ മാന്യനല്ല, പകരം പക്ക ക്രിമിനലും താന്തോന്നിയാണെന്നുള്ളത് ഇപ്പോ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ്. അവന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി എത്രയെത്ര സെലിബ്രിറ്റീസ് ആണാവോ ഇതുപോലുള്ള കേസുകളിൽപ്പെട്ട് മുഖം മൂടി വലിച്ചു കീറാൻ പോകുന്നത്. മീഡിയയിലുള്ള കുറെ ആളുകൾ എന്തിനാണ് എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ട് എന്നെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇതാക്കണേ? അന്ന് ഫോട്ടോ ഇട്ടില്ലെന്നും പറഞ്ഞിട്ടാണ്. അതാണ് എന്റെ പേഴ്സണൽ. ഞാൻ ആരുടെ കൂടെ ഫോട്ടോ ഇടണം, എന്ത് ചെയ്യണം, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ ചിലപ്പോൾ പെൺകുട്ടികളുടെ ഫോട്ടോ ഇടും, ആൺകുട്ടികളുടെ ഫോട്ടോ ഇടാം, എന്റെ ഫാൻസിന്റെ കൂടെ ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ, അല്ലെങ്കിൽ എന്റെ ഉമ്മയുടെ കൂടെ ഫോട്ടോ ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എനിക്ക് ഫോട്ടോ ഇടാം. അതെന്റെ പേഴ്സണൽ കാര്യമാണ്. എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെടാൻ ഒരു മീഡിയക്കാർക്കും അവകാശമില്ല. സത്യമായിട്ടും, സീരിയസ്ലി.